വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. അതിൻ്റെ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഇത് ഉണ്ടാക്കിയത്. ആൾ ആദ്യമായിട്ട് തേങ്ങ അരച്ചൊക്കെ ഉണ്ടാക്കിയൊരു കറിയാണ്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. മണം കേട്ടാൽ തന്നെ നമുക്ക് അത്ര കൊതി വരുന്ന ഒരു കറിയാണ്. ഞങ്ങളിത് ഓൾറെഡി അയിലയിലും മത്തിയിലും ചൂരയിലും കോല എന്ന് പറയുന്ന മീനിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. എല്ലാത്തിലും നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. ഞാൻ 1/2 കിലോ മീനുള്ള റെസിപ്പിയാണ് പറയുന്നത്. ഒരു 3 ടീസ്പൂൺ മല്ലിയും 1/2 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. ചെറിയ ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇനി ഇതിലോട്ട് നമുക്കൊരു 8 വറ്റൽമുളകും 2 ഉണ്ടമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഉണ്ടമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്നത്. ഇത് ഉണക്കമുളകാണ്. ഇതുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെയാണ്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിയുള്ള കറിയാണ്, നല്ല എരിയും പുളിയൊക്കെയുള്ള കറിയാണ്. ഇതിലോട്ട് അരമുറി തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൂത്ത തേങ്ങയാണ് നല്ലത്. പിന്നെ 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഈ പുളിവെള്ളം ചേർത്താണ് നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്നത്. കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെക്കാം. ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണവും 7-8 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ഒരു വലിയ തക്കാളിയുടെ പകുതിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും പറയുന്ന കണക്ക് മീൻകറിക്ക് ടേസ്റ്റ് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അരിച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ്. നല്ലപോലെ മിക്സാക്കി എടുക്കാം. അതുപോലെ കറിയുടെ പാകത്തിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കുക. ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊന്നും അധികം ഉടയാതെയാണ് കിടക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് പിച്ചി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്ത് 2 പച്ചമുളക് കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് അവസാനം ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. കറിയൊക്കെ ഒന്ന് തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും 2 പച്ചമുളക് ഇതുപോലെ കീറി ചേർത്ത് അങ്ങ് അടച്ചു വെക്കണം. അപ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഞാനിപ്പോൾ ഇന്ന് കുറച്ച് മുന്നേ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ അയിലയാണ് എടുത്തിരിക്കുന്നത്. ഈ കറി നമ്മൾ ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ തീ കൂട്ടി വെക്കുന്ന ഒന്നുമില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചിട്ട് തുറന്ന് വെച്ച് ചെറിയ തീയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. എന്താ മണം എന്നറിയാവോ? ഇതിൻ്റെ ഇങ്ങനെ തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ്. വായിൽ വെള്ളം വരുന്നൊരു മണം. ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അധികം സ്പൂണിട്ട് ഇളക്കാതിരിക്കാൻ നോക്കുക. നേരത്തെ പറഞ്ഞ കണക്ക് പച്ചമുളക് ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അത് കമൻറ്റ് ചെയ്തുകൂടെ അറിയിക്കുക. ബാക്കിയുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ അതൊരു പ്രചോദനമാവും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ഒരുപാട് മീൻകറി റെസിപ്പീസ് നമ്മുടെ ചാനലുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.